മലപ്പുറം കുറ്റിപ്പുറത്ത് കാറിന് മുകളിലേക്ക് സ്വകാര്യ ബസ് മറിഞ്ഞു വീണ് അപകടം. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് മറിഞ്ഞത്. ജിഷാദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിഷാദ്, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? എന്തായിരുന്നു അപകട കാരണമെന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം, അതായത് കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് ദേശീയപാതയിൽ ബസ് അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണം വിട്ട ബസ് കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഈ അപകടത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ആളുകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ദേശീയപാത കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു ഈ അപകടം നടക്കുന്നത്. നിരവധി അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയം. അതുപോലെ തന്നെ പുതിയ ദേശീയപാത ആയാൽ തന്നെ അമിത വേഗതയിലാണ് എല്ലാ വാഹനങ്ങളും കടന്നു വരുന്നത്. ഇതേമാതിരിക്ക് തന്നെ ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഇത് അമിത വേഗതയിൽ വന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ ഒരു കാറിന്റെ മുകളിലേക്ക് ഈ ബസ് മറിഞ്ഞിരുന്നു. ഈ അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരു കാറായിരുന്നു ഇത്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അപകടം നടക്കുന്നത്. ഈ കാറിന്റെ മുകളിലേക്കാണ് ഈ ബസ് വന്ന് വീഴുന്നത്. ഇതിൽ ഒരാളും മരണപ്പെട്ടു. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദേശീയപാത കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് കാറിന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ കാറ് സഞ്ചരിച്ചിരുന്ന കാറല്ല എന്നാണോ? അഭിലാഷ്, നേരത്തെ അപകടത്തിൽപ്പെട്ട ഒരു കാറായിരുന്നു അത്. അതിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുകളിലേക്കാണ് ഈ ബസ് വന്ന് വീഴുന്നത്. ബസ് അപകടം വ്യാപ്തി എന്ന് പറയുമ്പോൾ ഈ ബസ് ചേസുമെന്ന് വിട്ടിട്ട് രണ്ട് കഷ്ണമായി മാറി. എന്തായാലും വലിയൊരു വ്യാപ്തിയുള്ള അപകടമാണ്. ഇതിൽ എത്രത്തോളം നില ആളുകളുടെ ഗുരുതരമാകുമെന്ന് മാത്രം നോക്കിയാൽ മതി, എത്ര മരണസംഖ്യ കൂടുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഹോസ്പിറ്റൽ അധികൃതർ നൽകുന്ന സൂചന പ്രകാരം ഈ 3 ആളുടെ നില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അഭിലാഷ്, ഇതിപ്പോൾ ഈ അപകടം എന്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൂചിപ്പിക്കുന്ന പോലെ ബസ് 2ആയി മുറിഞ്ഞു പോയതുപോലെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബസ് അമിത വേഗതയിലായിരുന്നോ? അത്തരം വല്ല എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അഭിലാഷ്, അത്തരത്തിൽ തന്നെ നമുക്ക് പ്രാഥമിക നിഗമനം, പോലീസ് പറയുന്ന നിഗമനം അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ആ സമയത്ത്, അതായത് 11 സമയത്ത് ഇവിടെ മഴ പെയ്തിരുന്നു. മഴ കാരണം ബസ് തെന്നി മറിഞ്ഞ് പിളർത്തായതാണ് കാണപ്പെടുന്നത്. എന്തായാലും നിരവധി ആളുകൾ ഈ ബസ്സിനുള്ളിൽ കുടുങ്ങിയിരുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തിയാണ് ഇതിൽ കുടുങ്ങിക്കിടന്നവരെ പിന്നീട് പുറത്തെടുക്കുന്നത്. നിരവധി നേരം, അതായത് 20 മിനിറ്റോളം നേരം ആളുകൾ ഈ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്നാണ് നമുക്ക് നാട്ടുകാർ പറയുന്നത്. നിരവധി ആളുകളായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സായിരുന്നു ഇത്. എന്തായാലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതായത് ദേശീയപാത 66 പുതിയ ദേശീയപാതയാണ്. നിരവധി വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്ന സ്ഥലമാണ്. ഈ അപകട കാരണം എന്ന് പറയുന്നത് മഴ പെയ്തത് കാരണം ബസ് തെന്നി, അതായത് അമിത വേഗത കാരണം ബസ് തെന്നി ഡിവൈഡറിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അഭിലാഷ്, അതായത് ഇവിടെ പൊതുവിൽ അപകടമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിരന്തരം ഇതിലൂടെ വാഹനം കടന്നു പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് റൂട്ടിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അറിയേണ്ടതാണ് ഇവിടെ അപകട മേഖലയാണ് എന്ന്. എന്നിട്ടും അത് ശ്രദ്ധിച്ചില്ല എന്നല്ലേ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടി വരുന്നത്? അഭിലാഷ്, അത്ര തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പും ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. അന്നും ഇതുപോലെ തന്നെ മരണങ്ങൾ സംഭവിച്ചിരുന്നു. ദേശീയപാതയിൽ ഈ അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എന്തായാലും നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് 1-2 ആളുകൾ ഈ സ്ഥലത്ത് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ബസ് അപകടമായിരുന്നു. ബസ് ഇതേപോലെ നിയന്ത്രണം വിട്ട് കാറിന് മുകളിലേക്കൊക്കെ ഇടിച്ചായിരുന്നു അന്നത്തെ അപകടം. അഭിലാഷ്, തീർച്ചയായും അവിടെ ജിഷാദ് പറയുമ്പോൾ തന്നെ, അതായത് മറ്റൊരു അപകടത്തിൽപ്പെട്ട കാർ അവിടെ ഉണ്ട്. ആ കാറിലേക്കാണ് ഈ വാഹനം മറിഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ ജിഷാദ് പറയുന്നത് പോലെയാണ് അവിടെ അപകടം നേരത്തെയും ഉണ്ടാകുന്ന ഒരു പ്രദേശം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ദേശീയപാതയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യമുണ്ട്. ഒരു പരിധിവരെയെങ്കിലും അവിടെ വാഹനം ഓടിക്കുന്നവർ, ഇതിപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ മറ്റ് അപരിചിതരായ യാത്രക്കാർ അല്ലെങ്കിൽ അപരിചിതരായ ഡ്രൈവർമാരൊക്കെയാണ് ആ വഴിക്ക് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് അതിനെ ആ രീതിയിൽ കാണാം. ഇതിപ്പോൾ ദിവസവും കടന്നു പോകുന്നൊരു വാഹനം എന്നിട്ടും അപകടമുണ്ടായി എന്നതാണല്ലോ പ്രധാനം. ജിഷാദ്,
അതെ അഭിലാഷ്, ഈ റോഡിന്റെ ഒരു വ്യക്തത പറഞ്ഞെങ്കിൽ, അതായത് ഈ സർവീസ് റോഡ് ഈ ഭാഗത്ത് വന്ന് എൻഡാവുകയാണ്. അത് കാരണം തന്നെ നിരവധി വാഹനങ്ങൾ ഈ സർവീസ് റോഡിലേക്ക് കയറാതെ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥിതിഗതിയുണ്ട്. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് അങ്ങോട്ട് സർവീസ് റോഡുകളില്ല. അത് കാരണം തന്നെ ബാക്കി വാഹനങ്ങളും ഇതുപോലെ വന്ന് ഈ ഹൈവേയിലേക്ക് എൻ്ററാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കാരണം തന്നെ തേർഡ് ട്രാക്കിലാണ് വാഹനങ്ങൾ വരാറ്. ആ വാഹനം വന്ന് അമിത വേഗത്തിലാണെങ്കിൽ ഇത്തരത്തിൽ അപകടങ്ങൾ നിത്യസംഭവമായിരിക്കുന്ന ഒരു സ്ഥിതിഗതിയുണ്ട്. ഇപ്പൊ പരിക്കേറ്റവർ കുറ്റിപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മരിച്ച ആളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ കിട്ടും. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അതുപോലെ തന്നെ ഹൈവേന്റെ ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം ഹൈവേന്ന് മാറ്റിയിടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. ആ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റോളം ഈ ബസ്സിൽ അപകടത്തിൽപ്പെട്ടവർ ഈ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ് കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം സംഭവിച്ചിട്ടുള്ളത്. അഭിലാഷ്, അതായത് രാവിലെ 11 മണിയോടെയാണ് ഈ അപകടം എന്നതാണ്. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലൊരാളുടെ നില ഗുരുതരമാണ്. ഇപ്പോൾ ഒരു മരണം എന്നതാണ്. മരണപ്പെട്ട ആൾ ആര് എന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. ജിഷാദ് സൂചിപ്പിക്കുന്നതനുസരിച്ച് ഡിവൈഡറിൽ ഇടിച്ച്, ജിഷാദ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് ബസ് തലകീഴായി കിടക്കുന്നു എന്നതാണ്. അതിൻ്റെ എഞ്ചിനും മറ്റു ഭാഗങ്ങളും ബോഡിയും രണ്ടായി മാറിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ ഒരു എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ മാറ്റുന്നു എന്നതാണ്. അപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ ബസ് ഇങ്ങനെ തലകീഴായി വീഴുകയും അങ്ങനെ ബസ് രണ്ടായി മുറിയുകയും ചെയ്തു. സാധാരണ നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായൊക്കെ ബസ് വെട്ടിപ്പൊളിക്കുകയും അല്ലെങ്കിൽ മുറിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, അപകടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ബസ് ബോഡിമെന്നും അതായത് ചേസുമെന്നും വേറിട്ടു. അതായത് ആ ബസ്സിന്റെ ഒരു വേഗത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ബസ് ആ ചേസുമെന്ന് വേറിടണമെങ്കിൽ അത്രയും വേഗത്തിലായിരിക്കും ആ ബസ് വന്നിട്ടുണ്ടാവുക. അപകട വ്യാപ്തി കൂടാൻ കാരണം അതാണ്. അപകടത്തിൽ നല്ല സ്പീഡിലായിരിക്കും ഈ ബസ് വന്നിട്ടുണ്ടാവുന്നതാണ് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ചേസ് 2 പിളർപ്പായി മാറി. അതുപോലെ തന്നെ ബസ് രണ്ടായി മാറി. അതിനുള്ളിൽ ആളുകൾ അകപ്പെട്ടു. അതായത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എന്തായാലും രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു അപകടം സംഭവിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ കുറ്റിപ്പുറത്ത് താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പരിക്കേറ്റ 3 ആളുടെ നില ഗുരുതരമായി തുടരുകയാണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അഭിലാഷ്, മലപ്പുറം കുറ്റിപ്പുറത്താണ് അപകടം ഉണ്ടായത്. സ്വകാര്യ ബസ് ആണ് മറിഞ്ഞത്. ഒരാൾ മരണപ്പെട്ടു. 20ലേറെ പേർക്ക് പരുക്കുണ്ട് എന്നതാണ് അറിയുന്നത്. 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ ആണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ കുറ്റിപ്പുറത്ത് ഈ പ്രദേശത്ത് സ്ഥിരമായി അപകടം ഉണ്ടാകുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുമാത്രവുമല്ല, ഈ ഡിവൈഡറിൽ ഇടിച്ച വാഹനം തലകീഴായി മറിഞ്ഞത് മറ്റൊരു കാറിന് മുകളിലേക്കാണ്. ഈ കാറിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. ഇതേ കാറും നേരത്തെ അപകടത്തിൽപ്പെട്ട് അവിടെ കിടന്നിരുന്ന വാഹനം ആണ് എന്നതാണ്. അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. മരണപ്പെട്ട ആളിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകേണ്ടതുമുണ്ട്.